ഡ്രൈവേഴ്സിൽ ആളില്ലാതെ തന്നെ ഈ ചാവി കൊണ്ട് തന്നെ വണ്ടി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഗാരേജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മഹേന്ദ്ര 9e എന്ന് പറയുന്ന ഒരു വാഹനമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 6യുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 6e 9e നോക്കുന്ന സമയത്ത് 6e ഒരു ഫ്രീക്കൻ വാഹനമായിരുന്നു. അതായത് ഒരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. എന്നാൽ 9e വരുന്ന സമയത്ത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൻ്റെ അവിടവും ചെറിയ ചെറിയ ലുക്കുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ XUV 700യുടെ ചെറിയ മുഖസാദൃശ്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു DRL കൊണ്ട് മാത്രമാണ്. തികച്ചും ഇതൊരു പുതിയ വാഹനമാണ്. ഇത് പുതിയ പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ്. അതേപോലെ തന്നെ XUV 700യേക്കാൾ വളരെ വലിയ വാഹനവും കൂടിയാണ്. ഒറ്റ ചാർജിൽ തന്നെ 682 കിലോമീറ്റർ പോകുന്ന ഈ ഒരു വാഹനം ഈ സെഗ്മെൻറ്റിലെ സ്റ്റാർ ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു പുതിയ ചേഞ്ചസ് വെച്ച് മഹേന്ദ്ര ഇന്ത്യയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത്രയും പ്രത്യേകതയുള്ള 9eയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതുപോലെ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. അതായത് 9e വരുന്ന സമയത്ത് ഒരു പെട്രോൾ ഡീസൽ കാറുകളുടെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത പോലെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അതായത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്കാണെന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ തുടങ്ങി നേരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു DRL വാഹനത്തിന് മുന്നിൽ വരുന്നത്. അതിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും വരുന്നത്. അതൊക്കെ വളരെ സ്റ്റൈലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് മഹേന്ദ്രയുടെ EVയുടെ ഏറ്റവും പുതിയ ലോഗോ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റ് എല്ലാം തന്നെ ഒരു ഐസ് ക്യൂബ് ടൈപ്പ് LED ആണ് വന്നിട്ടുള്ളത്. അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഫുള്ള് അടച്ചൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ക്യാമറയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. നോർമലി എല്ലാ EV വാഹനങ്ങളുടെയും ഫ്രണ്ട് ഗ്രില്ല് ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിലാണ് വന്നിട്ടുള്ളത്. അത് വളരെ നന്നായിട്ടുണ്ട്. താഴെയായിട്ട് നമുക്കൊരു എയർ ഡാം പോലത്തെ ഒരു പോർഷനെ കാണാനായിട്ട് സാധിക്കും. അടിയിൽ നമുക്കൊരു ലിപ്പൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ബോണറ്റ് ഏരിയയൊക്കെ വരുന്ന സമയത്ത് വലിയ ബൾജിങ്ങും കട്ടിങ്ങും ഒക്കെ കാണാം. അതായത് വാഹനത്തിൻ്റെ ഒരു അഗ്രസീവ് ലുക്ക് നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് അഡാസിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ ഈവൻ നമ്പർ 1 ആയിരിക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയും ഒരു ഗംഭീര ഫിഗറാണ് വാഹനം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു DRL നമുക്ക് ഈ സൈഡിൽ നിന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പിയാനോ ബ്ലാക്കിലുള്ളൊരു വീലാർച്ചാണ് വന്നിട്ടുള്ളത്. അത് നേരെ ബാക്കിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 6eയിലും ഇതേ ഡിസൈനാണ് ഈ ഒരു വീലാർച്ചിന് വന്നിട്ടുള്ളത്. പിന്നീട് 19 ഇഞ്ചിൻ്റെ എയറോബിയിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. വളരെ വലിയ സൈസിലാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമുക്കിവിടെ ഒരു QR കോഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്യുവാണെങ്കിൽ വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടലായിട്ടൊരു വലിയ ബൾജിങ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ലൈൻ എന്ന് വിളിക്കാവുന്ന രീതിയിലൊക്കെ ഒരു ലൈനാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ 2 ഡോറും കവർ ചെയ്ത് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് സൈഡ് വ്യൂ മിററാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോർമലി ഇലക്ട്രിക് അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആയിട്ടുള്ള മിററാണ്. അതിൽ നമുക്ക് 360 ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. താഴെ ഒരു പിയാനോ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ഒരു ഡോറിൻ്റെ ടോപ്പ് ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കൊരു പിയാനോ ബ്ലാക്കിലാണ് കവറായി വന്നിട്ടുള്ളത്. പിന്നീട് വാഹനത്തിൻ്റെ വീൽ ബേസിനെ പറ്റി പറയാനാണെങ്കിൽ 2775 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അതായത് XUV 700യേക്കാട്ടിലും 25 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ഉള്ളത്. 6eയും 9eയും വീൽ ബേസ് സെയിം ആണ്. അതേപോലെ ലെങ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 94 മില്ലിമീറ്റർ ഈ വാഹനത്തിന് നമ്മുടെ XUV 700യേക്കാളും കൂടുതലാണ്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരികയാണെങ്കിൽ 208 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു പക്കാ XUVക്ക് പറ്റിയ രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് നമുക്ക് പറയാം. അതായത് കേരളത്തിലെ റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ അതും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന ഡിസൈനിലേക്കാണ് ബാക്ക് വരുന്നത്. സെക്കൻഡ് നമ്മുടെ പാസഞ്ചർ സൈഡിലെ ഗ്ലാസ് ഏരിയ ഒക്കെ വളരെ ചെറിയ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്ലിപ്പ് ഡോഴ്സ് ഒക്കെയാണ് വന്നത്. അതായത് ഈ ബോഡിയിൽ നിന്നും ഒരു ശകലം പോലും കാണാത്ത രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോഴേക്ക് ഈ രീതിയിലേക്ക് അത് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കും. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒന്നും കാണുന്നില്ല. അതൊക്കെ നല്ല ഹൈഡായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നീട് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഈ ഒരു ഭാഗത്തേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട്. വളരെ ചെറുതാണ്. അതൊക്കെ നന്നായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഒരു സെക്കൻഡ് ഡോറിൻ്റെ ഭാഗത്തുനിന്നും ഇത്രയും ഭാഗമാണ് വാഹനത്തിൻ്റെ ബൂട്ട് വരുന്നത്. അപ്പോൾ എത്രയും വലിയ ബൂട്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നീട് ബാക്കിലും നമുക്ക് ഈ ഒരു വീലാർച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഇൻഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വാഹനം ഒരുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ലേബൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും.
പിന്നീട് നമുക്ക് വീലിലെല്ലാം തന്നെ നമ്മുടെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്, അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അതിങ്ങനെ നേരെ ബാക്കിലേക്കും കണക്റ്റായി നിൽപ്പുണ്ട്, അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് ബാക്കിലും ഒരു കണക്റ്റഡ് ടെയിലാമ്പാണ് വന്നിട്ടുള്ളത്, അത് ഫുള്ള് ഇങ്ങനെ താഴെ തുടങ്ങി നേരെ റൗണ്ടിൽ നിൽപ്പുണ്ട്. വളരെ വലിയ ഉയർന്ന ഒരു പിൻഭാഗമാണ് വാഹനത്തിന് വരുന്നത്. ഒഴുകി ഇറങ്ങുന്ന ഗ്ലാസ് ഏരിയയും അതിൽ നമുക്ക് ഡീഫോഗറും ഷാർപ്പിൻ ആൻറ്റിനെയും അതേപോലെ തന്നെ നമുക്ക് ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പും കാണാനായിട്ട് സാധിക്കും. പിന്നീട് പിന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പുതിയ ലോഗോ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നും മഹേന്ദ്രയുടെ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നീട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെ കാണാനായിട്ട് സാധിക്കും. XCB9E എന്ന് നമുക്ക് നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിൻഭാഗത്തെ വലിപ്പവും അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ഉയർന്നാണ് വാഹനത്തിൻ്റെ പിൻഭാഗം വന്നിരിക്കുന്നത്. അതിലൊരു സ്റ്റീൽ ബീഡിംഗ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്, അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ സൈഡിലെല്ലാം നോക്കിയിട്ടും വാഹനത്തിൻ്റെ ചാർജിങ് പോയിന്റ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ തപ്പി വന്ന സമയത്താണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ടെയിലാമ്പിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ നമുക്കൊന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായി വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും നല്ല പ്ലേസ് എന്ന് തോന്നുന്നത്. അതായത് നമ്മൾ പോർച്ചിലേക്ക് കയറ്റിയിടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, അതായത് എത്ര ശതമാനം ചാർജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആവും എന്നുള്ളതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് വാഹനത്തിൻ്റെ റിവേഴ്സ് ലൈറ്റ് വരുന്നത്, ഇവിടെ റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അത് ഞാൻ കാണിക്കാം. അതായത് ഡ്രൈവേഴ്സിൽ ആളില്ലാതെ തന്നെ ഈ ചാവി കൊണ്ട് തന്നെ വണ്ടി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ബൂട്ടിലും സ്വിച്ച് ഉണ്ട്, അതേപോലെ ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. അതേപോലെ താഴെയും നമുക്ക് സ്വിച്ച് ഉണ്ട്, അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബൂട്ട് ഓപ്പൺ ആയ മുകളിലേക്ക് പോകും. നല്ല ഹൈറ്റിലേക്കാണ് ഓപ്പൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ ലഗേജോ കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കി വെക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വാഹനത്തിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. 663 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ കാണുന്നത്. അതായത് സിമ്പിളായിട്ട് തന്നെ ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്പേസ് ആണ്. നമ്മളെ അമ്പരപ്പിച്ച് കളഞ്ഞു സ്പേസിൻ്റെ കാര്യത്തിൽ ഈ ഒരു വാഹനം. ഇനിയും നിങ്ങൾക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 സീറ്റുകൾ നമുക്ക് 60-40 ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ 2 പേർക്ക് നീണ്ടു നിവർന്ന് കിടക്കാനായിട്ട് ഈ ബാക്കിൽ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ നെക്സ്റ്റ് സൈഡിലായിട്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. 2 സൈഡിലും 2 ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ 3 കിലോ വരെ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു ഹുക്കും ഇവിടെ വന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ബൂട്ടും ഗംഭീരമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് വാഹനം ക്ലോസ് ചെയ്യുന്നതിൻ്റെ സ്വിച്ച് വരുന്നത്. ബൂട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതിഗംഭീരമായിട്ട് ബൂട്ട് ക്ലോസ് ആവും. അപ്പോൾ അതും പൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സീറ്റ് ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ടോ, അതൊക്കെ അടിപൊളിയാണ്. നമുക്ക് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ചൊക്കെ വരുന്നത്. ഇതേപോലെ സീറ്റ് മുന്നോട്ടും പിന്നിലേക്ക് വരാം, അത് കൊള്ളാം. ഈ ഭാഗത്ത് അത് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, അത് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെർമൻ്റെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, അതൊക്കെ ഗംഭീരമാണ്, നിങ്ങളെ കേൾപ്പിക്കാതെ. പിന്നെ നമുക്ക് 3 ലെവലിലേക്ക് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ പിയാനോ ബ്ലാക്കിൽ നമുക്ക് 1 ടച്ചിലുള്ള ഒരു സിമ്പിൾ സ്വിച്ചുകൾ കാണാൻ സാധിക്കും. പവർ വിൻഡോയുടെ ലോക്ക് സ്വിച്ചുകൾ, അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചുകളും കാണാൻ സാധിക്കും. ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ലെതർ ഫിനിഷാണ് വന്നിട്ടുള്ളത്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നീട് നമുക്ക് സീറ്റുകളെ പറ്റി പറയാനാണെങ്കിൽ നല്ല തൈ സപ്പോർട്ടോട് കൂടിയ നല്ല വിങ്സുകളുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന പോലുള്ള കംഫർട്ടാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. 6യേക്കാളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 9യുടെ സീറ്റിംഗ് കംഫർട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക്. അതിലെടുത്ത് പറയേണ്ടത് 2 സ്പോക്കറ്റ് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ബോട്ടം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് മഹേന്ദ്രയുടെ ലോഗോ ഒക്കെ ഡിജിറ്റലായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഒരു പിയാനോ ബ്ലാക്ക് ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോളുകളും, റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ, ലൈൻ അസിസ്റ്റൻറ്റ്, അതേപോലുള്ള കൺട്രോളുകളെല്ലാം തന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻ വന്നിട്ടുള്ളത് ഒരു 3 സ്പ്ലിറ്റപ്പ് ആയിട്ടാണ്. അതായത് നമുക്ക് 6യിൽ വരുന്ന സമയത്ത് ഇവിടം വരെ ഉള്ളൂ. 12.5ഉം 12.5, അതായത് ഇവിടെ വരെ മാത്രമാണ് ആ ഒരു സ്ക്രീൻ വരുന്നത്.
എന്നാൽ 90 വരുമ്പോഴത്തേനും നമുക്ക് പാസഞ്ചർ കൂടെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് ഇതാ ഇവിടം വരെ വന്നിട്ടുണ്ട്. അത് മൊത്തം 110 സെന്റിമീറ്റർ ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ തന്നെ ഇതിന്റെ ഒരു ലുക്ക് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നീട് ഇതാ ഇത്രയും ഭാഗമാണ് നമുക്ക് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെയാണ് നമുക്ക് യൂട്യൂബ്, മ്യൂസിക് കൺട്രോൾസ്, അതായത് പാസഞ്ചർക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാമോ അതെല്ലാം ഈ ഭാഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വിഷമമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ എല്ലാം ഒരു ലെതർ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. AC വെന്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഒരു ഫെദർ ടച്ച് മോഡലിലാണ് ഇതാ ഹസാർഡ്, അതേപോലെ തന്നെ ക്യാമറയുടെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ, അഡാസിന്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ക്യാമറയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ക്യാമറ ഓൺ ആയിട്ട് വരും. ഇത് നമുക്ക് ഡാഷ് ക്യാമറയായിട്ടും ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും, വീഡിയോ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ക്യാമറയിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതാ 4 സൈഡിലും ക്യാമറ ഓൺ ആക്കാൻ സാധിക്കും. അതേപോലെ ഫ്രണ്ട് മതി 3D വേണമെന്നുണ്ടെങ്കിൽ ആ 3Dയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് വാഹനത്തിന് ചുറ്റും കാണാനായിട്ട് സാധിക്കും. പിന്നീട് അതല്ല ഫ്രണ്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ ചാലുവാക്കാം. ഇതെല്ലാം സെറ്റിങ്സ് നമ്മുടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ്. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നീട് നമുക്ക് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അവിടെ വയർലെസ് ചാർജറും അതേപോലെ തന്നെ സീപോർട്ട് ചാർജറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്നത് ഒരു പിയാനോ ബ്ലാക്കിലുള്ളൊരു കവറാണ്. അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഗിയർ ലിവർ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിലിപ്പം നമുക്ക് പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കും. നേരെ നമ്മൾ ബാക്കിൽ ഇടുന്ന സമയത്ത് ഇതിപ്പം ന്യൂട്രായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒന്നുകൂടെ പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളും സെൻസേഴ്സും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിയിലേക്ക് വരുന്ന സമയത്ത് നേരെ ബാക്കിലായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഡ്രൈവിലേക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് റെഡി ടു ഡ്രൈവ് എന്നുള്ളൊരു ഓപ്ഷൻ സ്ക്രീനിൽ കാണിക്കും. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. AC കൺട്രോളും വോയിസ് കൺട്രോളും ഒക്കെ ഈ ഒരു നോബിലാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാവി ഇവിടെ വെക്കാവുന്ന രീതിയിലേക്കുള്ളൊരു സ്പേസും നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നീട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വിശാലമായൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അവിടെ നമുക്ക് AC വെന്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹെർമൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 12 സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നീട് നമുക്ക് പിയാനോ ബ്ലാക്കിലുള്ള ഹാൻഡിലും അതിലൊരു ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ നമ്മുടെ പവർ വിൻഡോ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് സൺ വൈസേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അതും കൊള്ളാം. അതേപോലെ തന്നെ സൺറൂഫിൻ്റെ പോർഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 2 റീഡിങ് ലാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ളൊരു മിറർ വരുന്നുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡാഷിനെ പറ്റി പറയാനാണെങ്കിൽ ഈ കാണുന്നൊരു സ്പേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. എന്നാൽ നമ്മുടെ സുസുക്കിയുടെ വാഹനങ്ങളൊക്കെ കണ്ടുപോലുള്ള മുകളിലേക്ക് വരുന്നൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ല. ഇത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ, അതായത് ഈ ഗ്ലാസ്സിൽ അങ്ങായിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സെറ്റപ്പുകളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ അടിപൊളിയാണ്. അത് റൈഡിങ് ടൈമിൽ പറഞ്ഞുതരാം. അപ്പം ഇനി നമുക്ക് ഈ സൺറൂഫിൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒറ്റ ടച്ചിൽ നമുക്ക് നേരെ ബാക്കിലേക്ക് പനോരമിക്കായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി പോകും. പക്ഷേ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയ ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ക്ലോത്തിൻ്റെ പോർഷൻ മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഈ ഗ്ലാസ് ഇങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് മഴ ടൈമിൽ അതേപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ വളരെ ഭംഗിയായിരിക്കും ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാനോ അതിന് മുകളിലേക്ക് നിൽക്കാനോ ഒന്നും സാധിക്കില്ല. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് കമ്പനി ഈ ഒരു രീതിയിലേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ നന്നായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 90യുടെ മുൻഭാഗ കാഴ്ചകൾ. ഇനി നമുക്ക് ബാക്ക് സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിന്റെ പിൻഭാഗ കാഴ്ച. അതായത് എനിക്ക് 60 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 90യുടെ സീറ്റിംഗ് കംഫർട്ടാണ്. അതായത് ഡ്രൈവർ സൈഡ് ആയിക്കോട്ടെ, കോ ഡ്രൈവർ ആയിക്കോട്ടെ, പാസഞ്ചർ ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ വലിയ സ്പേസും അതേപോലെ തന്നെ വളരെ വലിയ സീറ്റുകളുമാണ്. കാരണം തൈ സപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ എത്ര ലോങ് പോയാലും ഇതിനൊരു ബുദ്ധിമുട്ടില്ല. കണ്ടില്ലേ, പക്ക തൈ സപ്പോർട്ടാണ്. പിന്നെ സെൻട്രൽ ടണലൊന്നും ഇതിനകത്ത് ഒരു രീതിയിലും കാണുന്നില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ട് നമുക്ക് ഇരിക്കാം. ഇവിടെ തന്നെ നമുക്കൊരു ആംബ്രഷും കപ്പ് ഹോൾഡേഴ്സും ഒക്കെ വരുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ഇതിൽ ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് AC വെന്റുകൾ വരുന്നുണ്ട്. വല്ല ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ 60ൽ കണ്ട പോലെ തന്നെ 65 വോട്ടിൻ്റെ നമുക്ക് ചാർജറും ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഇംപിൽറ്റായിട്ട് കർട്ടൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ബാക്ക് ഒരു രാജകീയ ഇരുത്തയാണെന്ന് നമുക്ക് പറയാം. കാരണം അത്രയും തൈ സപ്പോർട്ടും അത്രയും കംഫർട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ 2 സൈഡിലും വന്നിട്ടുണ്ട്. അപ്പം ബാക്കും പൊളിയാണെന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം B6ൽ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് ഫ്രണ്ട് സ്പേസ്. അതായത് നമ്മുടെ
എല്ലാ വാഹനങ്ങളിലും പെട്രോൾ വാഹനങ്ങളിൽ ഇവിടെ വരുന്ന സമയത്ത് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ EV വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗംഭീര സ്പേസ് ആണ് മഹേന്ദ്ര നമുക്ക് തന്നിരിക്കുന്നത്. 150 ലിറ്ററിൻ്റെ ഒരു ഫ്രണ്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. അതായത് വളരെ വലിയ സ്പേസ് തന്നെയാണ്. ഒരു ചെറിയ വാഹനങ്ങളുടെയൊക്കെ ഒരു ബൂട്ട് സ്പേസിൻ്റെ അത്രയും സ്പേസിലാണ് ഇതിന് ഫ്രണ്ട് സ്പേസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അതായത് ബോട്ടിൽ ഹാൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ചെറിയ നീളത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പം സ്പേസിൻ്റെ കാര്യത്തിൽ ഇവൻ രാജാവാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ലൈഫ് ലോങ് വാറണ്ടിയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EV വാഹനം എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് അല്ലെങ്കിൽ ആവലാതി എന്നൊക്കെ പറയുന്നത് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഏകദേശം നല്ലൊരു വില വരാനുള്ള സാധ്യതയുണ്ട്. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ ഒരു 50% വില അതിന് വരുമെന്നൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു ഇന്ത്യൻ മാർക്കറ്റിലൊരു ടെൻഷനുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് മഹേന്ദ്ര ലൈഫ് ടൈം വാറണ്ടി ഈ വാഹനത്തിൽ വന്നുള്ളത്. ഇതിനു മുമ്പ് MGയും അതുപോലെ BYD ഒക്കെ ആയിരുന്നു ആ ഒരു രീതിയിലേക്കുള്ള വാറണ്ടിയിലേക്ക് വന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെല്ലാം തന്നെ കിടപിടിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് അവരും ഈ ഒരു വാറണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് ബാറ്ററി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് BYD ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രത്തോളം ക്വാളിറ്റി ആയിരിക്കും ആ ഒരു ബാറ്ററിക്കും അതുപോലെ തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം മഹേന്ദ്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. 557 മുതൽ 682 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ ഇവൻ സഞ്ചരിക്കും. അപ്പോൾ 682 എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്കൊരു 500 കിലോമീറ്റർ റേഞ്ചെങ്കിലും ഉറപ്പായിട്ടും അത് കിട്ടും. അപ്പോൾ കേരളം മുഴുവനും സഞ്ചരിക്കാൻ നമുക്ക് ആ ഒരു റേഞ്ച് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചാർജ് ആവാനുള്ള സമയം മറ്റെല്ലാ വാഹനവും നമുക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ആയിരുന്നു മറ്റുള്ള EV വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നൊരു പ്രശ്നം. നമ്മൾ എവിടെയെങ്കിലൊക്കെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്കിത് ചാർജ് ചെയ്യാൻ എന്ത് ചെയ്യും ആ ഒരു ടെൻഷനായിരുന്നു. അതും മഹേന്ദ്ര അപ്പാടെ മാറ്റിയിട്ടുണ്ട്. അതായത് 20 to 80 ചാർജ് ആവാൻ വേണ്ടി 20 മിനിറ്റ്സ് മാത്രം മതി ഈ ഒരു വാഹനത്തിന്. 175 കിലോ വാട്ട് ചാർജറും ഈ വാഹനത്തിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോരാ, അതിനും മേളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണം മഹേന്ദ്ര ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നീട് വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 22 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് 30 ലക്ഷം വരെയാണ് ഈ വാഹനത്തിൻ്റെ വില വരുന്നത് എക്സ് ഷോറൂം. അപ്പം ഈ ഒരു ക്വാളിറ്റിയിൽ ഒരിക്കലും അതൊരു കൂടുതലായി എനിക്ക് തോന്നുന്നില്ല. കാരണം കംഫോർട്ടിൻ്റെ കാര്യത്തിലായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ലുക്കിൻ്റെ കാര്യത്തിലായാലും ഈ 9e വെല്ലാൻ ഇനി ഒരു വാഹനം ഇറങ്ങണമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബുമാണ് നമ്മുടെ ചാനലിൻ്റെ മൈലേജ്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്തായിരിക്കും. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.